വെറും ഒരു പലഹാരത്തിന് വേണ്ടി അടി കൂടുന്നവരാണോ കൊല്ലംകാർ? വെറും ലേസിന് വേണ്ടി കലാപം സൃഷ്ടിക്കുന്നവരാണോ കൊല്ലംകാർ? എന്തെങ്കിലും കുറഞ്ഞു പോയാലോ ഇല്ലാതായാലോ അക്ഷമരാകുന്നവരാണോ ഇവർ? ഏതൊരു സ്ഥലത്ത് പോയാലും എല്ലാവരും കൊല്ലക്കാരെയാണ് കുറ്റം പറയുക. കൊല്ലം തിരുവനന്തപുരമൊക്കെ കുഴപ്പക്കാരാണെന്നാണ് കേരളത്തിൽ മൊത്തം അറിയപ്പെടുന്നത്. കൊല്ലത്ത് വന്നപ്പോൾ നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള നല്ല ഭക്ഷണമായാലും നല്ല ക്രമീകരണങ്ങൾ, നല്ല സ്റ്റേജ്, 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ബീച്ച്, തൊട്ടൊക്കെ അപ്പുറത്ത് അഡ്വഞ്ചർ പാർക്ക്, ഇത്രയും നല്ലൊരു അനുഭവം എനിക്ക് തോന്നുന്നില്ല ഒരു സ്കൂൾ കലാമേളയ്ക്ക് ഇതേവരെ കിട്ടിയിട്ടുണ്ടെന്നുള്ള അറിയത്തില്ല. കൊല്ലക്കാർ വളരെ നല്ല ആൾക്കാരാണ്. കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്ന് പറയുന്ന കാര്യം ഒരു യാഥാർത്ഥ്യമാണെന്നുള്ള കാര്യം ഈ കൊല്ലത്ത് വന്നൊരു കാഴ്ചകളോട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നാണ് വിശ്വസിക്കുന്നത്. അഭൂതപൂർവമായ സ്നേഹമാണ് കൊല്ലംകാർ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാവർക്കും വാരിക്കോരി നൽകിയത്. ട്രോളുകളിലും പരിഹാസങ്ങളിലും നിറഞ്ഞു നിന്ന കൊല്ലമായിരുന്നില്ല യഥാർത്ഥ കൊല്ലം എന്ന് തെളിയിക്കുകയായിരുന്നു അന്നാട്ടുകാർ. ട്രോളും കാര്യങ്ങളൊക്കെ വെറുതെ വരുന്നതാണ്. അത് ചിലപ്പം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടക്കുന്ന സംഭവങ്ങളാണ്. അല്ലാതെ കൊല്ലം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇത്രയും തിരക്കും കാര്യങ്ങളൊന്നും. ആ ട്രോളും കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ തിരക്കും കാര്യങ്ങളൊന്നും ഒരിക്കലും വരുത്തില്ല. പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കൊല്ലത്തെ ന്യൂസുകൾ കേട്ട് അത് വൈറലായി അത് ഫേമസ് ആവുന്നത്. അല്ലാണ്ട് അതിന് ആൾക്കാരെടുത്ത് ട്രോളി നടക്കുന്നതാണ്. എവിടെ പോയാലും സന്തോഷം മാത്രം നൽകുന്ന നഗരമാകുന്നു കൊല്ലം. കാണെ എങ്ങും ചിരിക്കുന്ന മുഖങ്ങൾ മാത്രം, ആതിഥ്യ മര്യാദയോടെ ബഹുമാനത്തോടെ മാത്രം വിരാജിക്കുന്ന മുഖങ്ങൾ മാത്രം, എങ്ങും തല്ലുന്ന സന്തോഷം, ആശ്ചര്യത്തിന്റെ ഉറവ പറ്റാത്ത മുഖങ്ങളും. കലകളുടെയും കലാകാരന്മാരുടെയും ഈറ്റില്ലത്തിൽ കലോത്സവം വിരുന്നെത്തിയപ്പോൾ മാറിയത് ഒരു ജനതയുടെ തലവരെയല്ല, മറിച്ച് അപവാദ പ്രചാരകരുടെ മനോനിലയാണ്. ഈ കലോത്സവം കൊല്ലത്തെ പരിഹസിച്ചവർക്കുള്ള മറുപടിയെന്ന് ജനം. ഈ കലോത്സവത്തിലൂടെ നാം കണ്ടത് ONVയുടെയും ദേവരാജൻ മാഷിൻ്റെയും കവിയൂർ രേവമ്മയുടെയും രവീന്ദ്രൻ മാഷിൻ്റെയും എല്ലാം അതുല്യ കലാകാലഘട്ട ഗൃഹാതുരതയിലേക്കുള്ള കൊല്ലത്തിൻ്റെ തിരിച്ചുപോക്ക്. പ്രിയപ്പെട്ട കൊല്ലംകാരെ, കലാസ്നേഹികളെ, നിങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലാണ് എന്നും എപ്പോഴും. നന്ദി. ഒരിക്കലും മറക്കാനാകാത്ത ഈയൊരു അനുഭവത്തിന്. ക്യാമറാമാൻ വിനോദ് സോമനോടൊപ്പം കലോത്സവ വേദിയിൽ നിന്ന് GR വെങ്കിടേശ്വരൻ, കൈരളി ന്യൂസ്.